താമരശ്ശേരി ചുരം പാതയിൽ വീണ്ടും മണ്ണിടിച്ചതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം തുടരും. മഴ കുറയുന്ന സമയത്ത് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാനാണ് തീരുമാനം. മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് വാഹന ഗതാഗതം അനുവദിക്കില്ല. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഈ ചുരം പാതയിൽ ഇനിയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണോ നിഗമനം? ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനാണ് ആലോചന? ഈ ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ തീരുമാനം എന്താണ് സുർജിത്ത്? ഇന്നലെ ശക്തമായ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രിയിലും പെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു പുലർച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് കുറവുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മഴ പെയ്താൽ വീണ്ടും ചുരം ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ഒരു നിഗമനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്നലെ അടിയന്തര യോഗം ചേർന്നിരുന്നു. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. ഇതിൽ കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാരും KSDMA-യുടെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥിതിഗതികളെല്ലാം തന്നെ വിശദമായി വിലയിരുത്തിയിട്ടുണ്ട്. ചുരത്തിലെ യാത്രയ്ക്ക് കർശനമായ നിയന്ത്രണം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ 80 അടി ഉയരത്തിൽ നിന്നാണ് ബ്ലോക്കായിട്ടാണ് ഇത് പൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അതായത് മഴ മാറിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന സാധ്യമാകുകയുള്ളൂ. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കയറ്റിവിടുന്നത് സുരക്ഷിതമല്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ കയറ്റിവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രാത്രി മഴയില്ലാത്ത സമയത്ത് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. മഴ ശക്തമായാൽ ഗതാഗതം പൂർണ്ണമായും തടയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാരവാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും. എന്തായാലും നിലവിൽ ഇപ്പോൾ മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുവാഹനങ്ങളെല്ലാം തന്നെ വിടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.